ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഉപ്പേരും ഒരു ബിരിയാണിയുടെ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മീനാണ്, തമ്മാനാണ് കിട്ടിയിട്ടുള്ളത്. ആ മിക്സിയുടെ ജാറിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി 2 എടുത്തിട്ടുള്ളത്. അതും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് 2 നീളത്തിൽ മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത്, പിന്നെ പാകത്തിന് മുളകും പൊടി, അതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി ചേർക്കാം. അതിൻ്റെ എല്ലാം കൂടെ അപ്പോൾ നന്നായിട്ട് തന്നെ തിരുമ്മി ചേർക്കണം. ഇനി അതിലേക്ക് പാകത്തിന് പുളിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും നന്നായിട്ടൊന്ന് കൂടെ തിരുമ്മി ചേർക്കണുണ്ട്. ഇനി വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുന്നേ ഞാൻ ഇതുപോലെ തന്നെ മുളക് കറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ അല്ല, അത് വഴറ്റി വെക്കണതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുളക് കറിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കറി വറ്റിയതിൻ്റെ ശേഷം മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂടി വെക്കാം. അപ്പോൾ അതിൻ്റെ ശേഷം ഒന്ന് ചെറുതായി വറ്റിയ ശേഷം മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് മൂടി തുറന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നതാണ്, പയറുപ്പേരി. അപ്പോൾ അതിലേക്ക് ഉള്ളിയും മുളകും കുത്തിയിട്ട് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത് മുളകിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ആവിയിൽ. അപ്പോൾ അതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇളക്കിയ ശേഷം കറിയൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു ശേഷം. അതിൻ്റെ ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും മുളക് കറിക്ക്. അപ്പോൾ മൂടി വെച്ചതോ അപ്പോൾ ഉപ്പേരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയാണ് ഇതുപോലെ മുളകിട്ട് വെച്ചാൽ. നന്നായി കട്ടിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബിരിയാണി ഉണ്ടാക്കിയതാണ്. പിറ്റേ ദിവസമാണ്, അതായത് ഇന്ന്. മറ്റേ കറിയൊക്കെ തലേദിവസം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ബിരിയാണിയുടെ അരി ചെറിയ അരി കൊണ്ടാണ് ബിരിയാണി വെക്കണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മത്തി കൊണ്ടും ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വഴറ്റുന്നതും ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ബിരിയാണിയൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മീൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കൂടെ ആണ് ഉണ്ടാക്കുന്നത്. ഒരുമിച്ച് മസാല ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബിരിയാണിയുടെ ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് മസാല ഇട്ട് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മീനിൻ്റെ ബിരിയാണിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഉള്ളിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അണ്ടി മുന്തിരിയൊക്കെ അപ്പോൾ അതിൻ്റെ മീതെ ഇട്ട് കൊടുത്ത് മറ്റുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, എല്ലാവർക്കും ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ ചോറൊക്കെ വെച്ച് അതിൻ്റെ മീതെ മൂടി വെച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ചോറൊക്കെ ആയി കിട്ടിയിട്ടു. അതിൻ്റെ ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ചോറൊക്കെ എടുത്തത്. ഇനി പ്ലേറ്റിലേക്കാക്കി മേശൻ്റെ മേലെ കൊണ്ടുവച്ചിട്ട് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. മത്തി ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.